നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷം സമൃദ്ധിയും കൂടിയുള്ള ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്ത കൊല്ലമാകുമ്പോഴേക്കും എല്ലാവരുടെയും സന്തോഷവും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നമുക്കിപ്പോൾ ചന്ദ്രഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. ഗ്രഹണങ്ങൾ രണ്ടുണ്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അമാവാസി അടുത്ത് വരുന്ന അമാവാസിയുടെ സമയങ്ങളിലാണ് സൂര്യഗ്രഹണം വരുന്നത്. പൗർണമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം വരുന്നത്. അതായത് ഭൂമിയെ മറിക്കപ്പെടുകയാണ് ഈ സംഭവം. ഇത് രാഹുവും ചന്ദ്രനും ഒന്നിച്ച് വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. രാഹുവും ചന്ദ്രനും കൂടി ഒന്നിച്ച് വരുന്നത് ഇപ്പോൾ ഈ കൊല്ലം സെപ്റ്റംബർ മാസം 7-ാം തീയതി ചതയം നക്ഷത്രത്തിൽ, ചതയവും ആ നക്ഷത്രവും പൗർണമി കൂടി ഒന്നിച്ചു വരുന്നത്. പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രൻ ഒന്നിച്ചു വരുന്നത്. അപ്പോൾ ഈ ഗ്രഹണം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഗ്രഹണം? എന്തുകൊണ്ടാണ് ഗ്രഹണത്തെ സംബന്ധിച്ച് പറയുന്നത്? ചന്ദ്രൻ്റെ, അതായത് ചന്ദ്രബലമാണ് നമുക്കെല്ലാവർക്കും മാനസികമായി സന്തോഷവും സമാധാനവും തരുന്നത്. അപ്പോൾ മനഃകാരകനായ ചന്ദ്രനും ആത്മകാരകനും ആദിത്യനുമാണ്. ആത്മകാരകനായ ആദിത്യനോടും ചന്ദ്രനും സത്യം വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്. മനഃക്കാരനായ ചന്ദ്രനും സത്യം കൂടി ചേരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. ഏതൊരാളുടെ ജാതകത്തിലും ആദിത്യനും സത്യവും ചന്ദ്രനും സത്യവും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. ഏതൊരു വശത്ത് നിന്നാലും ലഗ്നാലോ രണ്ടിലോ മൂന്നിലോ നാലിലോ അഞ്ചോ, ലഗ്നാന്ന് പറഞ്ഞാൽ ശരീരം ക്ഷേത്രം, അവിടെ സത്യം വരികയാണ്, സത്യം ആദിത്യനും വരികയാണെങ്കിലും, അതുപോലെ ചന്ദ്രനും സത്യം വരികയാണെങ്കിലും, രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബം, ധനം, കുടുംബം, ഈ ഭാഗത്ത് ചന്ദ്രൻ സത്യമോ ആദിത്യനോ സത്യം വരികയാണെങ്കിലും, മൂന്നാം ഭാവം എന്ന് സഹായി സഹോദരന്മാർ, ഈ ഭാഗത്ത് ചന്ദ്രനോ സത്യമോ ആദിത്യനോ സത്യമോ ഗ്രഹണം വരികയാണെങ്കിലോ, നാലാം ഭാവത്ത് ചന്ദ്രനോ സത്യമോ ആദിത്യനോ സത്യമോ വരികയാണെങ്കിലും, നാലാം ഭാവം എന്ന് പറഞ്ഞാൽ മാതാവ്, വാഹനം, ഇതെല്ലാമാണ് നാലാം വീട്, മാതാവ്, വാഹനം. ഈ അഞ്ചാം ഭാവത്ത് എന്ന് പറയുമ്പോൾ സന്താനം, പൂർവ്വ പുണ്യം, അവിടെ ചന്ദ്രന് സത്യങ്ങൾ വരികയാണെങ്കിലോ ആദിത്യനും സത്യങ്ങൾ വരികയാണെങ്കിലോ, ആറാം ഭാവത്ത് എന്ന് പറയുമ്പോൾ ചന്ദ്രന് സത്യങ്ങൾ വരും, ആദിത്യ സത്യങ്ങൾ വരും. നമ്മൾ അറിയാതെ തന്നെ നോക്കുമ്പോൾ തന്നെ സ്വസ്ഥത വരുന്നു. അതൊരു നക്ഷത്രം, ഒരു ഗ്രഹനിലയാണ് കാണുന്നത്. ഏഴാം ഭാവത്തിൽ ചന്ദ്രന് സത്യവും ആദിത്യ സത്യങ്ങളും ഭർത്താവ്, കുടുംബം, ഇതിനോടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അഷ്ടമത്തിൽ ചന്ദ്രൻ സത്യവും ആദിത്യ സത്യവും വരികയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തനമായും ആയുസ്സുപരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. ഒമ്പതാം ഭാവത്ത് ആദിത്യ സത്യമോ ചന്ദ്രൻ സത്യങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് മക്കളെ കൊണ്ട് ഭാഗ്യക്കുറവോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമ്മത്തിലാണ് ചന്ദ്രൻ സത്യം ആദിത്യ സത്യങ്ങളിൽ കർമ്മപരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. 11-ാം ഭാവത്തുള്ള ആദിത്യ സത്യം ചന്ദ്രൻ സത്യം വരികയാണെങ്കിലോ അവർക്ക് വരുമാനത്തിലെ പ്രശ്നങ്ങൾ വരുന്നു. 12-ാം ഭാവത്ത് ആദിത്യ സത്യം ചന്ദ്രൻ വരികയാണെങ്കിലോ ദുർവ്യയങ്ങൾ എത്താറാണ്. ഇങ്ങനെ ഓരോ രാശികളിലും 12 രാശികൾ നമുക്കുള്ളത്. മേടം, ഇടവം, മിഥുനം, കർക്കടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അത് നമ്മുടെ ലഗ്നം എവിടെയാണോ സൂര്യോദയം മുതൽ നമ്മൾ ജനിക്കുന്ന സമയം വരെ വരുന്നതാണ് ലഗ്നം എന്ന്. ആ ലഗ്നത്തിൻ്റെ അടുത്ത് വരികയോ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നക്ഷത്രം വളർത്തിട്ടുണ്ട്, ആ നക്ഷത്രത്തെ കൊണ്ട് വരികയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ലഗ്നാനോ ചന്ദ്രാനോ വന്നാലും പ്രശ്നമാണ്. അതാണ് സംഗതി. ഇപ്പോൾ നമുക്ക് വരുന്നത് ഈ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി വരുന്നത് പൗർണമി ദിവസമാണ്. അന്ന് ചന്ദ്രനും സത്യം ഒന്നിച്ചു വരികയാണ് കുംഭം രാശി. ഈ കുംഭൻ രാശിക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചതയം, അപ്പോൾ അതിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിടുത്തെ അവസാന ഭാഗം, ചതയം, പുല്ലുരുട്ടാതി ആദ്യ ഭാഗം. ഈ ഭാഗക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുന്നു. കാരണം വ്യാഴ ദൃഷ്ടി ഉള്ളത്, 5-ാം ഭാവത്ത് വ്യാഴമുള്ളതുകൊണ്ട് അവിടെ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ചതയം, തിരുവാതിര, ചോതി, അവിട്ടം, ചിത്തിര, മകീരം, പൂരുരുട്ടാതി, വിശാഖം, പൂരുരുട്ടാതി,
പൂരുരുട്ടാതി വിശാഖം പുണർന്നം ഈ നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണുന്നത്. പക്ഷേ വ്യാഴദൃഷ്ടിയുള്ളവർ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. അവർ ആ ദിവസങ്ങളിൽ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്താൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ചോദ്യ നക്ഷത്രക്കാർ തുലാം രാശിക്കാരെ സംബന്ധിച്ചും 9ാം ഭാഗത്ത് വ്യാഴമുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പുണർന്നം നക്ഷത്രം ആദ്യ ഭാഗത്തുള്ളവർക്ക് കൂടെ തന്നെ വ്യാഴമുണ്ട്, 2ാം ഭാഗത്തുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാം. ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? പരിഹാരത്തെക്കാൾ മുമ്പായിട്ട് ഗ്രഹണ സമയത്ത് വർജിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രഹണ സമയത്ത് ആഹാരം പാകം ചെയ്യുകയും ആഹാരം കഴിക്കുകയും ചെയ്യരുത്. ഇത്തവണ രാത്രി 9ക്ക് ശേഷം ആയതുകൊണ്ട് നമ്മളെല്ലാവരും മുമ്പ് ഭക്ഷണം കഴിച്ചാൽ മതി. ഇന്നത്തെ ജനറേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12 മണി 1 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് അന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്ത് 9:30 ഭക്ഷണം കഴിക്കാം. ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ബാക്കി വയ്ക്കാതിരിക്കുക, അഥവാ മാരി അരച്ചു വയ്ക്കുക. അങ്ങനെയൊക്കെ വരികയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ദർഭയുടെ കഷ്ണമുണ്ട്. ദർഭയ്ക്കതിൽ വിലയൊന്നുമില്ല, ഇടുക. വെള്ളം വെച്ചിരിക്കുന്നവരാണെങ്കിൽ വെള്ളത്തിന് മുകളിൽ ദർഭ ഇടുക. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ വിഷാംശം ഉണ്ടാകും. കാരണം അന്തരീക്ഷത്തിൽ ധാരാളം അൾട്രാവയലറ്റ് രശ്മി ഉണ്ടാകുമ്പോൾ വിഷാംശം ഉണ്ടാകുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നു രാഹു തന്നെയാണ് സമ്മൽ. പക്ഷേ നമ്മൾ ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് വിഷാംശം ഉണ്ടാവും, അൾട്രാവയലറ്റ് രശ്മി കൊണ്ട് വിഷാംശം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ആ സമയത്ത് ഭക്ഷണം കഴിക്കുകയോ ആ സമയത്ത് കുടുംബജീവിതം നയിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാമജപം ജപിക്കുക. നാമം എത്ര ചെയ്താലും 10 ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത്. നാമം ജപിക്കുമ്പോൾ 10 ഇരട്ടി ഫലമായിട്ടാണ് ആ ദിവസം ഉണ്ടാകുന്നത്. സഹസ്രനാമം ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ലളിതാ സഹസ്രനാമം ജപിക്കാം, നമഃശിവായ ജപിക്കാം, നാരായണ ജപിക്കാം. എന്തൊക്കെ നാമം ജലാവോ അതൊക്കെ ചെയ്യാം. പൂജകളൊന്നും ചെയ്യാം. എല്ലാ ക്ഷേത്രങ്ങളും 9:30 ആയുള്ള ക്ഷേത്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. 9:30 നമ്മൾ പൂജ ചെയ്യാറ്, രാത്രി 9 മണി പൂജ ചെയ്യാറില്ല, ക്ഷേത്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വർദ്ധിക്കേണ്ട കാര്യങ്ങൾ സമയത്ത് നമ്മൾ വർദ്ധിക്കേണ്ട കാര്യങ്ങൾ അന്ന് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അന്ന് മുതൽ 3 ദിവസത്തേക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഗ്രഹപ്രവേശം, വിവാഹം, ചോറൂണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ ജനിക്കുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കഴിക്കുന്ന സമയമാണ്. അതെപ്പോൾ ജനിക്കും നമ്മൾ തീരുമാനിക്കുന്നില്ല. ആ സമയത്ത് ജനിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുടുംബജീവിതം നയിക്കാൻ പാടില്ല. കാരണം അന്ന് ഉത്ഭവിക്കുന്ന കുട്ടികൾക്കാണ് ഓട്ടിസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കണക്കപ്പെടുന്നത്. പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ജനിക്കുകയല്ല, എപ്പോഴാണ് ആ കുട്ടികൾ വയറ്റിൽ അമ്മയുടെ ഉത്ഭവിക്കുന്നത് ആ സമയത്ത് ഉള്ള കുട്ടികൾക്ക് ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത് കാരണം ഈ ദിവസങ്ങളിൽ നമ്മൾ വർജിക്കണം. ഈ ദിവസങ്ങളിൽ വളരെയധികം വർജിക്കണം. ഇപ്പം നോൺ കഴിക്കാതെ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മളൊരു ഒരിക്കലായിട്ട് നടത്തുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഇതിൻ്റെ ദോഷങ്ങൾ തീരാനായിട്ടും പിറ്റേ ദിവസം ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ ചന്ദ്രക്കല സമർപ്പിക്കുകയും പാൽപ്പായസം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ ദിവസം രാവിലെ അന്നുണ്ടാക്കിയ സാധനങ്ങൾ പിറ്റേ ദിവസം ഉപയോഗിക്കാതിരിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക. കുളിച്ച ശേഷം നമുക്ക് പൂജ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഗ്രഹണം കഴിഞ്ഞ് കുളിക്കുക എന്ന് പറയുന്നത് പുറത്ത് പോയോ അകത്തിരുന്നോ എങ്ങനെയായാലും കുളിക്കുക. അന്ന് സാധാരണ പൗർണമിക്ക് നമ്മൾ പുറത്ത് നോക്കി ചന്ദ്രനെ കണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം അവോയ്ഡ് ചെയ്യണം. ചന്ദ്രനെ കണ്ടെന്നും അന്ന് ലളിതാ സഹസ്രനാമം ജപിക്കാം. നമ്മൾ അകത്ത് വാതടച്ചിരുന്ന് വേണം ചെയ്യാനായിട്ട്. ചന്ദ്രരശ്മികൾ വലിക്കരുത്, ചന്ദ്രൻ അന്ന് തൊഴരുത്. അന്ന് പൗർണമി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാമെന്ന് അകത്തിരുന്നാൽ ചെയ്യുന്നത്, പുറത്തു പോയിരുന്നൊന്നും ചെയ്യാൻ പാടില്ല. കാരണം യാത്രാരശ്മികൾ നമ്മളിൽ പതിക്കാൻ സാധ്യത. പ്രത്യേകിച്ച് ഗർഭിണികൾ ഈ സമയത്ത് പുറത്തിറങ്ങരുത്. ഗർഭിണികൾ പുറത്തിറങ്ങിയാൽ ഗർഭശിശു വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണത്തിൽ നമുക്ക് വളരെയധികം സൂക്ഷ്മമായിട്ട് പേടിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ 9 നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. 9 നക്ഷത്രക്കാർക്കും വലിയ കേടുപാടില്ലാതെ മുന്നോട്ട് പോകാൻ വ്യാഴ പ്രീതിയോടുകൂടി. ഗ്രഹണം കഴിഞ്ഞ ശേഷം ആർക്കൊക്കെ നല്ലതായിരിക്കുമെന്ന് നോക്കാം. ഗ്രഹണം കഴിഞ്ഞ ശേഷം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല, നല്ലതായിരിക്കും. 11-ാണല്ലോ വരുന്നത്, കുഴപ്പമില്ല. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദ നക്ഷത്രക്കാർക്ക് ഇവർക്ക് വലിയ ഇല്ല. പക്ഷേ ഏത് നക്ഷത്രക്കാരും 27 നക്ഷത്രക്കാരും ഈ ചന്ദ്രഗ്രഹണം പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും പറ്റുമെങ്കിൽ ചന്ദ്രഗ്രഹം സമർപ്പിക്കുകയും ഇല്ലെങ്കിൽ പൂവളത്തിലുള്ള അർച്ചന ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം. അന്നദാനം വളരെ നല്ലതാണ്. അന്നദാനം കൊടുക്കുക, അന്നദാനം ചെയ്യാം. വൃദ്ധസ്ഥലങ്ങളിൽ അന്നദാനം കൊടുക്കുക, ഈ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുക, ഇതൊക്കെ വളരെ
നല്ല കാര്യമാണ്. അന്നദാനം മഹാദാനമാണ്. കാരണം അന്നം മതി എന്നാലും പറയില്ല. മതി എന്ന് പറയുന്നത് കാരണം അന്നം മാത്രമേ ഉള്ളൂ. സ്വർണം കൊടുത്താലോ പൈസ കൊടുത്താലോ വസ്ത്രം കൊടുത്താലോ തൃപ്തിയില്ല. പക്ഷേ അന്നം കൊടുത്ത തൃപ്തിയുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിപ്പം നമ്മൾ വളരെയധികം മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർച്ചയില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ദിവസം നമ്മുടെ പിറന്നാളിന് അന്നദാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് ആ അന്നദാനം കൊണ്ട് നമ്മുടെ മുജ്ജമ്മ പാപങ്ങളൊക്കെ തീരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഈ ചന്ദ്രൻ കൊണ്ട് വരുന്ന ദോഷങ്ങളെ നമുക്ക് പരിഹരിക്കുകയും നമുക്ക് വളരെയധികം മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഓണാശംസകൾ.